താരസംഘടനയായ അമ്മയിൽ നിന്നും അതിൻ്റെ മുഴുവൻ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവെച്ചിരിക്കുകയാണ്. സമ്പൂർണ്ണമായി കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. പ്രസിഡന്റ് മോഹൻലാലാണ് രാജിവെച്ചവരിൽ പ്രമുഖൻ എന്നുള്ളത്. അപ്പോൾ മോഹൻലാൽ സത്യത്തിൽ എന്താണ്, അദ്ദേഹം ഇതിൽ ഉത്തരവാദിത്വം കാണിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. കാരണം കൃത്യമായിട്ട് ഈ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ നിരന്തരമായ വലിയ ഇടപെടലുകളും സാമൂഹിക മേഖലകളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമ്മ എന്നുള്ള സംഘടന വളരെ വലിയ ചോദ്യശരങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു സംഘടനയുടെ ഭാവി എന്താണ്, ഇവർ ഇത്രകാലം ചെയ്ത കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ ഓരോ കാര്യങ്ങളും പൊതുസമൂഹം വിലയിരുത്തുകയും സോഷ്യൽ മീഡിയയിലടക്കം വൻ ചർച്ചകൾ അതിൻ്റെ പേരിൽ ഉരുത്തിരിയുകയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇതൊരു വൻ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയും സത്യത്തിൽ ഒരു മാഫിയ സംഘത്തെ പോലെയാണ് ഇവർ പ്രവർത്തിച്ചത് എന്നുള്ള ആരോപണങ്ങളും അതിനുള്ള തെളിവുകളും പുറത്തു വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇപ്പോൾ കൂട്ടത്തോടെയുള്ള രാജി. ആദ്യഘട്ടത്തിൽ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് സമാന അവസ്ഥയിൽ സിദ്ദിഖാണ് അമ്മയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത്. അന്ന് പത്രസമ്മേളനം നടത്തുകയും പല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തത് സിദ്ദിഖാണ്. ഇപ്രാവശ്യവും ഈ ഒരു വിഷയം ഉണ്ടായപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൻ്റെ ചർച്ചകൾ ഉണ്ടായപ്പോൾ സിദ്ദിഖ് തന്നെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അമ്മ സിദ്ദിഖിനെ രംഗത്തിറക്കുകയുണ്ടായി. പക്ഷെ അതിനേക്കാൾ പുലിവാലായി മാറുകയാണ് ചെയ്തത്. സത്യത്തിൽ സിദ്ദിഖ് അതിൻ്റെ ന്യായീകരണ വേർഷനുമായി വന്നപ്പോൾ സിദ്ദിഖിനെതിരെയുള്ള ആരോപണങ്ങൾ പുറത്തു വന്നു. സിദ്ദിഖിനെതിരെ ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ സിദ്ദിഖിനെ രാജിവെക്കേണ്ടി വന്നു. പകരം ജോയിന്റ് സെക്രട്ടറി ഉണ്ടായിരുന്ന ബാബുരാജിന് ചുമതല കൊടുക്കുമെന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യം പോയി. അപ്പോഴാണ് ബാബുരാജിന് നേരെയുള്ള ആരോപണം. അതോടൊപ്പം തന്നെ മണിയമ്പിള്ള രാജു, ഇടവേള ബാബു തുടങ്ങിയ ഒട്ടുമിക്ക ആളുകൾക്കും അമ്മയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കൊക്കെ നേരെയും ആരോപണങ്ങൾ ഉയർന്നു വരുന്ന അവസ്ഥയുണ്ടായി. ഈ അവസരത്തിലാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് അമ്മയുടെ മുഴുവൻ ഭാരവാഹികളും ഈ ഒരു സംഘടനയെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിൽ ഉണ്ടായത്. സത്യത്തിൽ ഈ മോഹൻലാൽ ആർക്കാണ് രാജിക്കത്ത് കൊടുത്തത് എന്നുള്ള സംശയം ഇവിടെ ബാക്കിയാവുന്നുണ്ട്. ആർക്കായിരിക്കും മോഹൻലാൽ രാജിക്കത്ത് കൊടുത്തിട്ടുണ്ടാവുക? മോഹൻലാൽ സ്വയം രാജിവെച്ചതായിരിക്കുമോ? ഈ രാജിക്കത്ത് കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? ഈ മൊത്തം പിരിച്ചുവിടുകയാണ്. കൂട്ടായ്മയിലുള്ള ഭാരവാഹികളെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും മുഴുവൻ പിരിച്ചുവിടുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജഗദീഷ് ആദ്യം മുതൽ തന്നെ ഇതിൽ വേറിട്ട ശബ്ദമായിരുന്നു ജഗദീഷിൻ്റെത്. കൃത്യമായിട്ട് അന്വേഷണം നടക്കണം, ആർക്കെതിരെ അലിഗേഷൻ ഉണ്ടായാലും അവർക്കെതിരെയുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള നിലപാട് സ്വീകരിച്ച ആളാണ് ജഗദീഷ്. അപ്പോൾ ആ ജഗദീഷിനെ പിന്തുണച്ചുകൊണ്ട് യുവതാരങ്ങൾ, അതായത് അമ്മയിലുള്ള യുവ താരങ്ങൾ രംഗത്ത് വന്നു എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ യുവനടിമാരും ഇക്കാര്യത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങൾ പല കാര്യങ്ങളും ഇനി വിളിച്ചു പറയാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സാഹചര്യത്തിലാണ് ഇത്തരം ഒരു രാജി എന്നുള്ളത്. സത്യത്തിൽ ഈ കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയും മോഹൻലാൽ അടക്കം ഇതിൽ നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചത്. മമ്മൂട്ടി ചെയ്തത്? ഇത്രയും ഒരു സെൻസേഷണലായി ഇത്രയും കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടായപ്പോൾ ഒരക്ഷരം മമ്മൂട്ടി മിണ്ടിയിട്ടില്ല. ഇതുവരെയായിട്ട് ഈ കേരളത്തിലെ ഈ ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഇത്തരം വലിയ ഒരു മാഫിയ പ്രവർത്തനം പോലെയുള്ള വലിയൊരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ മമ്മൂട്ടി നിശബ്ദനായിരുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ട ആളായിരുന്നു മോഹൻലാൽ എന്താണ് ചെയ്തത്? ഇതുവരെയായിട്ട് പത്രക്കാരെ കാണാൻ പോലും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് ആദ്യം അസുഖമാണെന്ന് പറഞ്ഞു, പിന്നീട് ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. മറ്റുള്ള രീതിയിൽ പൂർണ്ണമായിട്ടും ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ നിന്ന സാഹചര്യമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും മുതിർന്ന താരങ്ങൾ എന്ന നിലയിൽ വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സൂപ്പർ സ്റ്റാറുകളായി നിലകൊള്ളുന്നവരെന്ന നിലയിൽ ഇവർക്ക് ഇതിൽ കൃത്യമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. മറ്റൊരു വിഷയമുള്ളത് ഇത് ആരെ ഏൽപ്പിക്കും എന്നുള്ള പ്രശ്നമാണ്. അമ്മ എന്ന സംഘടന ഇത് ആരെ ഏൽപ്പിക്കും? ഈ ഉത്തരവാദിത്തം ആരെ ഏൽപ്പിക്കും? നമുക്കൊരു നല്ലൊരു മറുപടിയായിട്ട് കിട്ടിയിട്ടുള്ളത് പൃഥ്വിരാജ് സുകുമാരനിൽ നിന്നാണ്.
പൃഥ്വിരാജ് സുകുമാരനെ പോലെയുള്ള ഒരാൾ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവുമോ? കാരണം ഇത് ചെറിയൊരു പ്രശ്നമല്ല, ഇത് മാഫിയ പ്രവർത്തനം വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പലർക്കും അറിയാമായിരിക്കും, എന്നിട്ടും അവരെ നിശബ്ദത പാലിച്ചായിരിക്കാം എന്നതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത. അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെയുള്ള ഒരാൾ, അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചിട്ടുള്ള മറ്റു പലരും ഈ കഥകളൊക്കെ അറിയാണ്ട് ഒന്നും അറിയാതെ നിന്നവരാണോ എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മറ്റു പലതും വരുന്നുണ്ട്. പോക്സോ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഇവരൊക്കെ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കൃത്യമായിട്ട് കേരളത്തിലെ ഒരു പൊതുസമൂഹം വളരെ വലിയ താരാരാധനയോടെ കണ്ടിരുന്ന ആളുകളുടെ യഥാർത്ഥ മുഖം, മുകേഷിൻ്റെ ഒക്കെ എതിരെയുള്ള അലിഗേഷൻ എന്ന് പറയുന്നത് അത്രക്കും മോശമാണ്. ഇന്ന് വന്നിട്ടുള്ള വിവരങ്ങൾ എന്താണ് പറയുന്നത്? മുകേഷ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് മറ്റൊരു നടിയായിട്ട് വന്നിട്ടുള്ള അവരുടെ അമ്മയെ പോലും മുകേഷ് സമീപിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ MLA കൂടിയായ മുകേഷിൻ്റെ കാര്യത്തിൽ CPM ഇതുവരെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ ഒരു നടപടിയോ കാര്യങ്ങളോ എടുത്തിട്ടില്ല. അവർ മുകേഷിനെ ഏത് രീതിയിലും തള്ളിപ്പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് സ്ഥിരമായിട്ട് ഇത്തരം ആരോപണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് മുകേഷ് ആ രീതിയിൽ തന്നെ ഇതിനെ കണ്ടാൽ മതി എന്നുള്ള സമീപനമാണോ പാർട്ടി ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നതാണ്. സത്യത്തിൽ നമ്മുടെ കൊല്ലം പോലെയുള്ള CPMൻ്റെ ഉറച്ച സീറ്റുകളിൽ മുകേഷിനെ പോലെയുള്ള ഇത്തരം ആളുകളെ, ഇത്തരം അലിഗേഷൻ, മുകേഷിനെതിരെ ഇത് ആദ്യമായിട്ടല്ല. അദ്ദേഹം മുമ്പ് അവരെ ഒഴിവായിട്ട് പോയ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരടക്കം അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ പൊതുസമൂഹത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് മുകേഷിനെതിരെ മീറ്റു ആരോപണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും പാർട്ടി അയാളെ മത്സരിപ്പിക്കുകയും ജനപ്രതിനിധിയായി മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും പിന്നീട് പാർലമെന്റ് സീറ്റിലേക്ക് മത്സരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മോഹൻലാലും ഈ ഒരു ഈ പവർ കമ്മിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ആര് എന്നുള്ളത് ഇപ്പോൾ ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. കാരണം ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് പവർ ഗ്രൂപ്പിൻ്റെ ഓരോ ആളുകളുടെയും തലകൾ ഉരുളുന്ന കാഴ്ചയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇതിനേക്കാൾ നല്ലത് ആ വിവരങ്ങൾ തന്നെ പുറത്തു വിടുന്നതായിരുന്നു. കാരണം ഇത് ഓരോ ദിവസവും ആളുകൾ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇത് ഇതുവരെ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുന്നതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് ഇപ്പോഴിത് മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഹേമ കമ്മിറ്റി ഇനി ചെയ്യാൻ പറ്റുക ഹേമ കമ്മിറ്റിയിൽ പേര് പറഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളുടെ പേരുകൾ പുറത്തു വിടുക എന്നതാണ്. അതല്ലാതെ ഇത് മുമ്പോട്ട് പോയാൽ ഓരോ ദിവസവും കൃത്യമായിട്ട് ഇതിൽ ചാനലുകാർ മത്സര ബുദ്ധിയോടുകൂടി ഓരോ ആളുകളെ, ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളുകളെ, ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളെയൊക്കെ കാണുകയും അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു നേതൃത്വ നിര ഇത് ഏറ്റെടുക്കുകയും ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും കൃത്യമായിട്ട് പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ഇത് അവസാനിക്കുകയില്ല. ഇതിന് പരിഹാരം എന്നുള്ളത് ഈ പ്രശ്നങ്ങൾക്ക് കൃത്യമായ അന്വേഷണം ഉണ്ടാവുകയും നടപടികൾ ഉണ്ടാവുകയും തെറ്റ് ചെയ്തവർക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കുകയും അവരെ മാറ്റി നിർത്തുകയും ഇൻഡസ്ട്രിയിൽ തന്നെ പിടിമുറുക്കിയിരിക്കുന്ന മാഫിയ സംഘത്തെ തുടച്ചു നീക്കുക എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ താൽക്കാലിക ഓട്ടയടക്കലുകൾ കൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാവുക.